ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മരിയൻ യാത്ര സീസൺ 3 എപ്പിസോഡ് 4-ാമത്തെ ദിവസമായ ഇന്ന് പ്രാർത്ഥനയുടെ മാതൃക മറിയം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചുരുങ്ങിയ 2 വാക്ക് പറഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറിയം നമ്മുടെ മാതാവായതുപോലെ തന്നെ പ്രാർത്ഥനയുടെ മാതാവായും അവൾ നിറഞ്ഞു നിൽക്കുന്നു. ദൈവത്തോടുള്ള അവളുടെ വിശ്വാസവും ദൈവത്തിന്റെ മുൻപിലുള്ള സമർപ്പണവുമാണ് അവളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടിയത്. മറിയത്തിന്റെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനാ ജീവിതമായിരുന്നു. മാലാഖയുടെ അറിയിപ്പ് മുതൽ യേശുവിന്റെ കുരിശു മരണം വരെ ഓരോ നിമിഷവും ദൈവഹിതത്തിന് അവൾ കീഴ്വഴങ്ങി. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞത് വെറും വാക്കുകളായിരുന്നില്ല, ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയായിരുന്നു. സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ പ്രാർത്ഥന. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. എന്നാൽ മറിയത്തിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാനുള്ള ആഗ്രഹത്തോടുകൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു. മറിയത്തിന്റെ പ്രാർത്ഥന നിശബ്ദ ധ്യാനമായിരുന്നു. ഭാഗ്യവതിയായ പരിശുദ്ധ കന്യകാമറിയം വിശ്വാസത്തിന്റെ തീർത്ഥാടനത്തിൽ മുന്നേറുകയും തനിക്ക് പുത്രനോടുള്ള ഐക്യം പ്രാർത്ഥനയോടുകൂടി കുരിശ് വരെയും കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്നു. തന്റെ ഏകജാതനോടുകൂടി തീവ്രമായി വേദനിച്ചുകൊണ്ട് അവിടുത്തെ ബലിയിൽ മാതൃസഹജമായ ഹൃദയത്തോടെ മാതാവ് സഹകരിച്ചു. കുരിശിന്റെ ചുവട്ടിൽ പോലും പ്രാർത്ഥനയുടെ ഉറച്ച നിലപാട് മാതാവ് വിട്ടുകൊടുത്തില്ല. രക്ഷാകര ദൗത്യത്തിൽ നമുക്ക് വഴികാട്ടിയും മാതൃകയുമായ മാതാവിനോട് ചേർന്ന് നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ വാക്കുകൾ പ്രാർത്ഥനയോടുകൂടി ഉപസംഹരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ.